ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതെങ്ങനെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും? ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു ഇ റൈസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ്. ഇവിടെ ശ്രദ്ധിക്കണം, മുമ്പ് ഒരിക്കൽ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് വരുന്ന എല്ലാ ക്വസ്റ്റ്യനിലും എഫ് ഓഫ് എക്സിന് ടി കൊടുക്കണം, എല്ലാ 100%. ഓക്കെ, ഇ റൈസ് ടു എക്സ് അല്ല, പകരം ഇ റൈസ് ടു സം ഫങ്ഷൻ വന്നു കഴിഞ്ഞാൽ ഇയുടെ പവർ എന്താണോ വന്നിരിക്കുന്നത് അതിന് ടി കൊടുക്കണം. അതെല്ലാ പ്രോബ്ലത്തിലും അങ്ങനെ ചെയ്യാറുള്ളൂ. ഇ റൈസ് ടു സൈൻ എക്സ് വന്നാൽ ഒന്നും ആലോചിക്കേണ്ട, സൈൻ എക്സ് ടി. അതേപോലെ ഇ റൈസ് ടു എക്സ് സ്ക്വയർ വന്നതുകൊണ്ട് എക്സ് സ്ക്വയറിന് ടി. അപ്പോൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലാണ് ഞാനിത് ചെയ്യാൻ പോകുന്നത്. പ്രോഡക്റ്റുകളൊന്നും വേണ്ട. ഇ റൈസ് ടു എഫ് ഓഫ് എക്സ് വന്നാൽ ഓൾവേസ് ഡു ദ സബ്സ്റ്റിറ്റ്യൂഷൻ. എക്സ് സ്ക്വയറിന് ടി കൊടുക്കണം. അപ്പോൾ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഇവിടെ എഴുതാം അല്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. എക്സ് സ്ക്വയറിന് ഞാൻ ടി കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഡെറിവേറ്റീവ് എഴുതും. എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x അല്ലേ, 2x ഇൻറ്റു ഡി എക്സ്, എഫ് ഡാഷ് എക്സ് ഡി എക്സ് അങ്ങനെയാണ് എഴുതേണ്ടത്. അത് ഡി ടി ആയി മാറും. എഫ് ഓഫ് എക്സ് ടി ആവുമ്പോൾ അടുത്ത സ്റ്റെപ്പിൽ വരുന്ന ഇതാണ് എഫ് ഡാഷ് എക്സ് ഡി എക്സ് ഡി ടി ആവും. ഈ 2നെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു 1/2 ഡി ടി എന്ന് വരും. 2 അങ്ങോട്ട് പോയപ്പോൾ 1/2 ആയി മാറി. ഇനി എല്ലാവരും മറന്നോണൊരു സ്റ്റെപ്പ് പറഞ്ഞേട്ടെ, ഇവിടെ ഇനീഷ്യൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും തുടക്കത്തിൽ എക്സിൻ്റെ വാല്യൂസ് ആയിരുന്നു. കാരണം ഇത് എക്സിൻ്റെ ടേമിലുള്ളൊരു ഇൻ്റഗ്രേഷനാണ്, അല്ലാതെ ടിയുടെ ടേമിലുള്ള ഇൻ്റഗ്രേഷൻ അല്ലത്. അപ്പോൾ ഈ 0യും 1ഒക്കെ എക്സിൻ്റെ വാല്യൂസുകളായിരുന്നു. ഇപ്പം ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രേഷനുള്ളിൽ കംപ്ലീറ്റ് ടി ആയി മാറും. കാണിച്ചു തരാം. എക്സ് സ്ക്വയർ ടി ആയപ്പോൾ ഇത് ഇ റൈസ് ടു ടി ആവും. പിന്നെ എഴുതാൻ ബാക്കിയുള്ളത് എക്സ് ഡി എക്സ് ആണ്. എക്സ് ഡി എക്സ് 1/2 ഡി ടി, 1/2 ഡി വേണമെങ്കിൽ പുറത്തിടാം, 1/2 ഡി ടി. ഇനി ഞാൻ എഴുതേണ്ടത് ടിയുടെ വാല്യൂസ് ആയിരിക്കണം. കാരണം ഇപ്പോൾ ടിയുടെ ടേമിലുള്ള ഇൻ്റഗ്രേഷനാണ്. അപ്പോൾ ടിയുടെ വാല്യൂസുകളാണ് മുകളിലും താഴെയും വരാൻ പാടുള്ളൂ. അപ്പോൾ അതെങ്ങനെ ശ്രദ്ധിക്കണം, അതെല്ലാവരും മറന്നോണ സ്റ്റെപ്പാണ്. അത് എഴുതിയില്ലെങ്കിൽ കംപ്ലീറ്റ് തെറ്റിപ്പോവും. എക്സ് 0 ആവുന്ന ഇൻസ്റ്റൻറ്റിൽ ടിയുടെ വാല്യൂ എന്താണ്? അതാണ് ന്യൂ ലോവർ ലിമിറ്റ്. എക്സ് 1 ആവുമ്പോൾ ടിയുടെ വാല്യൂ എന്താണ്? അതാണ് ന്യൂ അപ്പർ ലിമിറ്റ്. അപ്പോൾ ഒന്ന് പറയാമോ, എക്സ് 0 ആവുമ്പോൾ ടി എന്താണ്? ഇവിടെ നോക്കിയാൽ മതിയില്ലേ, അതിന് വേറെ സ്റ്റെപ്പ് എഴുതണ്ട. എക്സ് 0 ആവുമ്പോൾ അല്ലേ, എക്സ് 0 ആവുമ്പോൾ ടി എന്താണ്? ഇവിടെ നോക്ക്, എക്സ് 0 ആവുമ്പോൾ ടി എന്ന് പറയുമ്പോൾ 0 സ്ക്വയർ ആവും. ടി വിൽ ബി 0 സ്ക്വയർ, 0. അപ്പർ ലിമിറ്റ് എക്സ് 1 ആണ് അല്ലേ. എക്സ് 1 ആവുമ്പോൾ ടി എന്താണ്? എക്സ് 1 ആവുമ്പോൾ ടി വിൽ ബി 1 സ്ക്വയർ, 1. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ചെയ്യുമ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും ടിയുടെ വാല്യൂസുകളായിരിക്കണം എഴുതേണ്ടത്, മറക്കരുത്. ഓക്കെ, അപ്പോൾ 1/2 ഇൻറ്റു ഇ റൈസ് ടു ടിയുടെ ഇൻ്റഗ്രൽ ഇ റൈസ് ടു ടി ആണ്. അപ്പർ ലിമിറ്റ് ടിയുടെ വാല്യൂ ആയ 1ഉം ലോവർ ലിമിറ്റ് ടിയുടെ വാല്യൂ ആയ 0യും. ഇനി നമുക്ക് നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടിയുടെ സ്ഥാനത്ത് 1 കൊടുത്തു, ഇ റൈസ് ടു 1 ആയി, മൈനസ്. പിന്നെ നമ്മൾ ടിക്ക് 0 കൊടുക്കും, അപ്പോൾ അത് ഇ റൈസ് ടു 0 ആവും. ഇനി അറിയാമല്ലോ, ഇ റൈസ് ടു 1 ഇ ആണ്, മൈനസ് ഇ റൈസ് ടു 0 1 അല്ലേ. 1/2 ഇൻറ്റു ഇ മൈനസ് 1 ആണ് ആൻസർ.